ഹലോ, വെൽക്കം ടു ബ്ലിസ് ഫാമിലി. അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ സമയം 7 മണിക്കാവും ഉണ്ടാവും. അങ്ങനെ എണീറ്റ് മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണിച്ച്, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ പിന്നെ കുളിക്കാനായിട്ട് പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സ്വാമിക്ക് വിളക്കൊക്കെ വെച്ച് പിന്നെ ചായ പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടോ നീർദോശ? അപ്പോൾ രാത്രി അരി കുതിർത്തി വെച്ചിട്ട് രാവിലെ പച്ചരി കഴുകിയിട്ട് അതിലേക്ക് തേങ്ങയും വലിയ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അരച്ച് ഉപ്പ് ചേർത്ത് പാൻ ചൂടാക്കി അതിലൊഴിച്ച് ഒന്ന് മറിച്ചിട്ട് അങ്ങനെയാണ് നീർദോശ ഉണ്ടാക്കുന്നത്. അങ്ങനെ നീർദോശ ഉണ്ടാക്കി പിന്നെ ചായക്കുള്ള വെള്ളം അവിടെ വെച്ചു. പിന്നെ ചായ റെഡിയായി. അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായ മധുരടാണ്ട് കുറച്ച് കുടിക്കും. ബാക്കിയുള്ളത് കുറച്ച് കടുപ്പുള്ള ചായയാണ്. പിന്നെ കറി ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറുപയർ കറിയിലേക്ക് കുറച്ച് വറവിടുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കറിവേപ്പില ഇട്ട് കറിയിലേക്ക് വറവ് കിട്ടുന്നുണ്ട്. ലിനീഷേട്ടൻ എന്നത്തെയും പോലെ പത്രവായന തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്നും ഇതേപോലെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരുകയാണ്. എത്ര വൃത്തിയാക്കിയാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ മക്കൾ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വാഷിംഗ് ആണ്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡ്രസ്സും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. ചിലതൊക്കെ കല്ലിൻ്റെ മുകളിലാണ് തിരുമ്പുന്നത്. അപ്പോൾ കല്ലിലേക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ഉണക്കാനിട്ടതെല്ലാം എടുത്ത് മടക്കി വെക്കുകയാണ്. അപ്പോൾ അതാ ശ്രവ്യ മോള് ഇവിടെ വാഷ് ബേസിൻ കഴുകുകയാണ്. ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കേണ്ട. അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരി ഇടുകയാണ്. അപ്പോൾ ചോറ് ഇവിടെ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുക. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. പിന്നെ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് സ്റ്റവിൽ വെച്ച് പരിപ്പ് വേവിച്ചെടുക്കുക ആദ്യം. പിന്നെ വെറും പരിപ്പ് കറി അല്ല കേട്ടോ ഇതിലേക്ക് ഞാനൊരു ചീര ചേർക്കുന്നുണ്ട്. സിലോൺ ചീര. അതിവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്. അപ്പോൾ അമ്മ തന്നതാണ് എനിക്കിവിടെ. അപ്പോൾ ഞാനതവിടെ നട്ട് വളർത്തി. അപ്പോൾ ആ ചീര വെച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ചീര ചെറുതാക്കി അരിഞ്ഞിട്ട് കുക്കറിലേക്കിട്ട് അപ്പോഴേക്കും പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലേക്കിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ചീര ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വേവിക്കുക. അങ്ങനെ ചീരയും കൂടെ വെന്തതിന് ശേഷം തേങ്ങ കലക്കി ഒഴിക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടിട്ടോ. തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടെ ചേർത്ത് അരച്ച് മിക്സാക്കി തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ശ്രവ്യ ഇവിടെ മോര് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ മോരിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് മോരും റെഡിയാണ്. അങ്ങനെ പപ്പടം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ആ മോൻ ചേച്ചീൻ്റെ മോനാണ്. അവനിവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയി. ആടുജീവിതമാണ് കാണാൻ പോയത്. അപ്പോൾ ലിനീഷേട്ടൻ വരുന്നില്ല പറഞ്ഞ് ഞാനും മക്കളും കൂടെ ചേച്ചീൻ്റെ മോനും ഉണ്ട്. ഞങ്ങൾ 4 കൂടെ സിനിമ കാണാൻ വേണ്ടി പോയി. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. മക്കളാണെങ്കിൽ ഇൻ്റർവെൽ ആവാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐസ്ക്രീം മതി പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ചെറിയ മോള് ചിക്കൻ റോളാണ് വാങ്ങിയത്. അങ്ങനെ അതും കഴിച്ച് സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തിയേറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അങ്ങനെ ആ പാർക്കിൽ കയറണം എന്ന് പറഞ്ഞ് വെറുതെ അവിടെ ഒന്ന് കയറി ഇരുന്ന് പോയി. വലിയതൊന്നുമില്ല, ചെറിയ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ടൈപ്പ് സ്ലൈഡറൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ബസ്സിലാണ് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കിടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഒരു ലൈഫ്. അപ്പോൾ ഞാനും ശ്രീമോളും നിലത്ത് താഴെ പായ വിരിച്ചാണ് കിടക്കുന്നത്. ലിനിഷേട്ടനും വലിയ മോളും മോനും ബെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.